ഇന്ന് ഇന്ത്യയിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കുകയാണ്. യുവജനങ്ങൾ മുഴുവൻ തെരുവിലാണ്. എന്താണ് നീറ്റ് പരീക്ഷ? ഇതുകൊണ്ട് എന്താണ് ഗുണം? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ത്യയിൽ 1,15,000 സീറ്റുകളാണ് MBBSനുള്ളത്. അതിൽ 58,000 സീറ്റ് ഗവൺമെൻറ് സീറ്റും 58,000 സീറ്റ് പ്രൈവറ്റ് സെക്ടറിലുമാണ്. നമ്മുടെ ഗവൺമെൻറ് സീറ്റിൽ കിട്ടണമെങ്കിൽ നീറ്റ് പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടണം. പക്ഷേ നമ്മുടെ സ്വകാര്യ മേഖലയിൽ MBBS പഠിക്കണമെങ്കിൽ കട്ട് ഓഫ് മാർക്ക് വാങ്ങിയാൽ മതി. അതിനർത്ഥം 720-ൽ 720 മാർക്ക് വാങ്ങിയ കുട്ടിയും MBBS പഠിക്കും, 720-ൽ 213 മാർക്ക് വാങ്ങിയ കുട്ടിയും MBBS പഠിക്കും. ഇതിൽ ഡോക്ടർ ആയ ശേഷം ഇതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഗവൺമെൻറ് സീറ്റിൽ ഫീസ് കമ്മിയാണ്. ഗവൺമെൻറ് സീറ്റ് കിട്ടണമെങ്കിൽ ഉയർന്ന റാങ്ക് വാങ്ങണം. ഉയർന്ന റാങ്ക് വാങ്ങണമെങ്കിൽ നീറ്റ് കോച്ചിങ്ങിന് 1-2 വർഷം നമ്മൾ ചെലവാക്കണം. ഇന്ത്യയിൽ എത്ര ഗ്രാമങ്ങളിലുള്ള BPL കുടുംബങ്ങളിലെ അംഗങ്ങളാണ് നീറ്റ് പരീക്ഷ പാസ്സായി ഗവൺമെൻറ് സീറ്റുകളിൽ പഠിക്കുന്നത്? വളരെ കുറച്ച് മാത്രമാണ്. കാരണം കോച്ചിങ്ങിന് 1-2 ലക്ഷം രൂപ ചിലവാക്കാൻ അവർക്ക് സാധിക്കില്ല. ഗവൺമെന്റിന് ആ കണക്ക് പുറത്തുവിടുവാൻ സാധിക്കുമോ? എത്ര BPL കുടുംബങ്ങൾ, ഗ്രാമങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾ MBBS ഗവൺമെൻറ് സീറ്റിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളത് സാധിക്കില്ല. നമ്മുടെ ഇവിടെ കോച്ചിങ് സെന്ററുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഒരു വർഷം 1.5 ലക്ഷം കോടി രൂപയാണ് കോച്ചിങ്ങിന് വേണ്ടി 1.5 ലക്ഷം കോടി രൂപ ചെലവാക്കുന്ന ജനങ്ങളാണുള്ളത്. അതേപോലെ തന്നെ 1.5 ലക്ഷം കോടി രൂപ വിദേശങ്ങളിൽ പഠനത്തിനായി ഇന്ത്യയിൽ നിന്നും കുട്ടികൾ പോകുന്നുണ്ട്. 3 ലക്ഷം കോടി രൂപയാണ് ഈ കോച്ചിങ്ങിൻ്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് ചിലവാക്കപ്പെടുന്നത്. ഇത് ആർക്കാണ് ഗുണം ചെയ്യുന്നത്? 720-ൽ 720 മാർക്ക് വാങ്ങിയ കുട്ടിയും 213 മാർക്ക് വാങ്ങി ഡോക്ടറായ കുട്ടിയും ഡോക്ടർ അല്ലാതായി മാറുമോ? ഒരിക്കലുമില്ല. അപ്പോൾ നീറ്റ് പരീക്ഷയല്ല ഇവിടെ മാറേണ്ടത്. ഇവിടെ മാറേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ രീതിയാണ്. നമ്മുടെ കുട്ടികളിലെ താല്പര്യങ്ങൾ മുൻനിർത്തി അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ലപോലെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർ ആഗ്രഹിക്കുന്ന ഡോക്ടറോ എഞ്ചിനീയറോ ആവാൻ സാധിക്കണം. അത് സാധിക്കാത്തിടത്തോളം കാലം ഇന്ത്യ ഇതുപോലെ തന്നെയായിരിക്കും. ഇനിയും ഇന്ത്യയിൽ മാറ്റങ്ങൾ വരണമെങ്കിൽ ഒരു മന്ത്രി രാജിവെച്ചതുകൊണ്ട് മാത്രമാകില്ല. വിദ്യാഭ്യാസ മേഖലയിൽ മൊത്തം മാറ്റങ്ങൾ സംഭവിക്കണം. അതിനാണ് ഇനി നമ്മുടെ